ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷകളിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. ജാമ്യാപേക്ഷകൾ ഡിസംബർ 30 വീണ്ടും പരിഗണിക്കും. സ്വർണ്ണ കവർച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയാണ് ഗോവർദ്ധൻ. തനിക്ക് സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്നും സ്പോൺസർ എന്ന നിലയിൽ 2019 മുമ്പ് പലപ്പോഴായി 84 ലക്ഷം രൂപ ശബരിമലയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ടെന്നുമാണ് ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധന്റെ വാദം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഗോവർദ്ധൻ നൽകിയ 2 ജാമ്യാപേക്ഷകളിലും സർക്കാരിനോട് വിശദീകരണം തേടി. ജാമ്യാപേക്ഷകൾ ഡിസംബർ 30 ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് 400 ഗ്രാമിലധികം സ്വർണമാണ് തനിക്ക് ലഭിച്ചത്. ഇത് ശബരിമല സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ DDയായി 10 ലക്ഷവും 10 പവന്റെ മാലയും ശബരിമലയ്ക്ക് സംഭാവന നൽകി. ആകെ 1.5 കോടിയിലധികം രൂപ ശബരിമലയ്ക്ക് നൽകിയെന്നും തട്ടിപ്പായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇത്രയും തുക സംഭാവന നൽകില്ലായിരുന്നുവെന്നും വാദമുണ്ട്. ബെല്ലാരിയിലെ തന്റെ സ്വർണ്ണക്കടയിൽ നിന്ന് അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയാണ് സ്വർണ്ണക്കട്ടികൾ കസ്റ്റഡിയിലെടുത്തതെന്നും ഈ സ്വർണത്തിന് ശബരിമല സ്വർണവുമായി ബന്ധമില്ലെന്നും ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ശബരിമലയിലെ സ്വർണമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഗോവർദ്ധൻ സ്വർണം കൈക്കലാക്കിയതെന്നും ഈ സ്വർണം ആർക്ക് മറിച്ചുവിറ്റു എന്നത് അന്വേഷിക്കുകയാണെന്നുമാണ് SITയുടെ പക്ഷം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ക്രമക്കേട് നടത്തിയത്. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് നിയമവിരുദ്ധമായി അനുമതി നൽകിയെന്നും ഗോവർദ്ധൻ വാദമുന്നയിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.